ഹലോ. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നേക്കുവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡെയിലി ഞാനിവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ടിന്യൂസ് ഞാൻ എല്ലാ ദിവസവും തെറ്റിക്കാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം തന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങ് നെഗറ്റീവ് അടിക്കും കേട്ടോ. ഞാനത് പിന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ വീട് വൃത്തികേടായി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് നെഗറ്റീവ് അടിക്കും. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ഒതുക്കലാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. ചിലപ്പോൾ ഫുഡ് പോലും ഞാൻ കഴിക്കാതെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ വരും. എനിക്കത് ഒതുക്കിയിട്ടേ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. അതിന് മുന്നേ എൻ്റെ വീടിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് വീട്ടിൽ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന കാര്യമില്ല. അവരും രാവിലെ സ്കൂളിലും ഒക്കെ പോകാനും ചേട്ടൻ ജോലിക്ക് പോകാനൊക്കെ തിരക്കി നിൽക്കുമ്പോൾ ആ ഒരു ധൃതിയിൽ പറ്റിപ്പോകുന്നതാണ്. കാരണം അപ്പോഴ് ചിട്ടയോടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാനും ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ധൃതിയിലായിരിക്കാം ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് മാറ്റിയിട്ട് പോകുന്ന ടൈമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തിരിച്ച് വന്നിട്ടാണ് ഞാനതെല്ലാം ഒതുക്കി വയ്ക്കുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പം നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊക്കെ ഉണ്ടോ, ഇത് ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് എൻ്റെ ഇളയ മോൻ കളിച്ച കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അതെല്ലാം ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒതുക്കി മാറ്റണം. പിന്നെ കിച്ചൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ വലിയ പ്രശ്നമല്ല, കാരണം ഞാൻ കിച്ചൺ ഒരുവിധം ഒതുക്കി വച്ചിട്ടാണ് പോകുന്നത്. ആ ജനൽ വഴി കാണുന്നത് ഹസ്ബൻഡിൻ്റെ വർക്കിംഗ് ഡ്രസ്സാണ്, അത് കഴുകാനുള്ളതാണ്. അതൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ ഞാൻ ആഴ്ചയിൽ 2 ദിവസം തുണി കഴുകുന്നത്. അപ്പോൾ ഇനി നാളെയാണ് അതൊക്കെ വാഷ് ചെയ്യുന്ന ദിവസം. അപ്പോൾ കിച്ചൺ ഒരുവിധം നീറ്റായിട്ട് കിടപ്പുണ്ട്. ഈ കൗണ്ടർ ടോപ്പ് ചെറുതായിട്ടൊന്ന് വലിച്ചു വാരി വെച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊന്ന് നീറ്റാക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രിഡ്ജ് എനിക്ക് ഇന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഫ്രിഡ്ജും കൂടി നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടേ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് വരുമ്പോൾ ഇതാണ് കേട്ടോ റൂമിൻ്റെ അവസ്ഥ. ഇവിടെയാണ് നമ്മുടെ കണ്ണാടി. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നാണ് റെഡി ആവുന്നത്. അതുകൊണ്ട് ഈ ചീപ്പ് കാര്യങ്ങളൊക്കെ ഈ മെഷീൻ്റെ മണ്ടയിൽ ഇങ്ങനെ വലിച്ചിട്ടിട്ടാണ് പോകാറ്. പിന്നെ ഇതൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് ഡ്രസ്സ് മാറ്റി ഇട്ടിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ 4 പേരും മാറ്റിയിട്ട ഡ്രസ്സാണ്, ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴുകാനായിട്ട് പുറത്ത് ബക്കറ്റിൽ കൊണ്ട് വയ്ക്കണം. അപ്പം വലിയ വലിച്ചുവാരൊന്നുമില്ല, സാധാരണ ദിവസം വെച്ച് നോക്കുമ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, എനിക്കിന്ന് മുറ്റം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം കൂടുമ്പോഴേ ഞാൻ മുറ്റം അടിച്ച് വാരത്തുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് മുറ്റം കൂടി അടിച്ച് വാരണം. ഇനി ഞാൻ പുറത്തുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പുറത്ത് വരുമ്പോൾ ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. കണ്ടോ, പുറത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഹസ്ബൻഡിൻ്റെ ടൂൾസ്, പണി സാധനങ്ങൾ വച്ചേക്കുന്നതാണ്. വൈകുന്നേരം വരും, കുറേ ഇങ്ങനെ വലിച്ചു വാരിയിടും, ഞാൻ ഒതുക്കും. രാവിലെ വീണ്ടും സാധനങ്ങൾ എടുക്കുമ്പോൾ വലിച്ചു വാരിയിടും, വൈകുന്നേരം ഞാൻ വന്ന് ഒതുക്കും. ഇതാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ദേഷ്യം കയറിയിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുന്നില്ല, കാരണം മടുത്തു ഒതുക്കി. പക്ഷെ ഇന്ന് ഇത് ഒതുക്കണം, കുറേയായി. അപ്പം ഇന്ന് രാവിലെ ധൃതി പിടിച്ച് ഇതെല്ലാം വലിച്ചിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊന്ന് ഒതുക്കണം. പിന്നെ നമ്മുടെ മുറ്റത്തത് കരിയിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ മുറ്റം ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ നമുക്ക് ആദ്യം വീടിനകത്തു നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം വീട്ടിന് അകത്തു നിന്ന് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം റൂമൊന്ന് ഒതുക്കാൻ പോവുകയാണേ. അപ്പോൾ റൂമിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ബെഡൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. ബെഡ് വലുതായിട്ട് അങ്ങനെ ഒതുക്കാനില്ല, ജസ്റ്റ് അവിടെ കിടക്കുന്ന ഡ്രസ്സ് എടുത്ത് മാറ്റി. പിന്നെ അറ്റത്തെടുക്കുന്ന കമ്പിളിയാണ് കേട്ടോ, അതവിടെ എൻ്റെ മോൻ കിടക്കുന്ന കമ്പിളി അവ എടുത്ത് ഒതുക്കി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ റൂമൊക്കെ തൂത്ത് വൃത്തിയാക്കി. ഇനി നമ്മൾ നേരെ ഹാളിലോട്ട് വന്നു. ഹാളിൽ നേരത്തെ എൻ്റെ മോൻ വലിച്ചു വാരിയിട്ടിരുന്ന കളിപ്പാട്ടമൊക്കെ നമ്മളൊരു കവറിലാക്കിയിട്ട് റൂമിൽ ഷെൽഫിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഷെൽഫിൻ്റെ അടിയിൽ നിന്നെല്ലാം ചൂലിട്ടിട്ട് നന്നായിട്ട് തൂത്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ ക്ലീനിങ് ഒന്നുമില്ല, കാരണം വളരെ ചെറിയ വീടായതുകൊണ്ട് ക്ലീനിങ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് കഴിയും ക്ലീനിങ്ങൊക്കെ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് ഒരു തുണിയിൽ വെള്ളം നനച്ച് തുടയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ അകം ക്ലീൻ ചെയ്തായിരുന്നു, അത് കാണിക്കാനായിട്ട് മറന്നുപോയി. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണ്. വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചു, അത്രയേ ഉള്ളൂ. ഫ്രീസറിൽ പിന്നെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനില്ലായിരുന്നു, അവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, അങ്ങനെ വൃത്തിയിടില്ലായിരുന്നു.
അപ്പം ഇനി കിച്ചണിലോട്ട് ഞാൻ കയറി. അപ്പം കുറച്ച് പഴുത്ത മാങ്ങ ഒരു കവറിലിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുട്ടയിലോട്ടൊക്കെ ആക്കിയിട്ട് കൗണ്ടർ ടോപ്പിലെ സാധനമൊക്കെ ഒന്ന് ഒതുക്കി കഴുകാനുള്ളതൊക്കെ കഴുകിയിട്ട് കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ടൊന്ന് ഒതുക്കി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ കിച്ചണിൻ്റെ ഫ്ലോറൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് പൊടിയെല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അകമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ. വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇവിടെ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ വീടാണ്, അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും. പിന്നെ ഇന്ന് പൊതുവേ അല്ലാത്ത ദിവസങ്ങളിൽ നോക്കുമ്പോൾ പണി ഇവിടെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം വീടിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറമാണ് ക്ലീൻ ചെയ്യേണ്ടത്. അകത്ത് വലിയ പണിയില്ലായിരുന്നു കേട്ടോ, കുറച്ച് പണിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുറത്ത് ഈ ടൂൾസ് ഒതുക്കുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ വലിയ മുറ്റം തൂക്കുന്നതും എനിക്ക് നടുവേനുള്ളതുകൊണ്ട് ഒരു 2 മിനിറ്റ് തൂക്കുമ്പോഴേ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്കിനി പുറം പണി ചെയ്യാം. അപ്പോൾ നമ്മളിതാ ടൂൾസൊക്കെ എല്ലാം ഓരോ നീതം ഇങ്ങനെ ഒതുക്കി മാറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഓരോ സ്ഥലത്തായിട്ട് ഞാൻ ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ചെറിയ സാധനങ്ങളും 2-3 മെഷീനൊക്കെ ഞാൻ ആ ബോക്സിനകത്താക്കിയിട്ട് ഒതുക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം എടുത്ത് മാറ്റി ഒന്ന് തൂത്തിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഇവിടെ ഫുള്ള് ടൂൾസ് നിറഞ്ഞിരിക്കുമായിരുന്നേ. അതൊക്കെ നമ്മൾ ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ബോക്സിലോട്ടാക്കി. ഈ മേളിലൊന്നും ഞാൻ തൊടാൻ പോകത്തില്ല കേട്ടോ, കാരണം ഇവിടെ ഞാൻ അടുക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരം പറയണം അതിന്. അതുകൊണ്ട് അവിടെ അതൊന്നും ഞാൻ എടുക്കാൻ പോകാറില്ല. ഞാൻ ഈ താഴെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേയുള്ളൂ. കാരണം ഇവിടെ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം വീണ്ടും ഇവിടെ മൊത്തം നിറയെ ടൂൾസായിരിക്കും. പണി കഴിഞ്ഞ് വന്നിട്ട് ഓരോന്ന് ഇറക്കി വയ്ക്കും, ആ ടൂൾസായിരിക്കും. ഇപ്പോൾ ഇനി നമുക്ക് മുറ്റം തൂക്കാം. അപ്പം ഇനി അത് മുറ്റമൊക്കെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. പുല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ കരിയില വലിച്ചെടുക്കാനായിട്ട് പാട്. പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്, അതൊക്കെ നമുക്കിനി ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ഒരു സൈഡ് തൂത്ത് കഴിഞ്ഞു, ഇനി അടുത്ത സൈഡിലോട്ട് വന്നു. അതിനിടയിൽ ഞാൻ കിറ്റീനൊന്നും തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഇപ്പം നമ്മൾ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞു. ഞാൻ മുറ്റം അടിക്കാൻ കയറിയപ്പോൾ കുറച്ച് ചെറിയ വെയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഒന്നാമത്തെ കാര്യം എനിക്ക് ആ നടുവേദന കണ്ടിട്ട് ഒരു വല്ലാതെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ചൂട്. അപ്പോൾ അതാ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടേ. ഇതിനൊരല്പം കഴിയുമ്പോൾ കരിയിലേക്ക് വീണ്, ഇപ്പം തന്നെ 2-3 എണ്ണമൊക്കെ വീണിട്ടുണ്ട്. കരിയിലേക്ക് വീണ് മൊത്തവും ചവറാകും. ഇനി ഇവിടെ ഇപ്പം പുല്ലൊക്കെ ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ടൈം കിട്ടുമ്പോൾ ഒരു ദിവസം ഈ പുല്ലൊക്കെ ഒന്ന് പറിക്കണം. എപ്പോഴും വെയിലുണ്ട്, ഞാൻ വെയിലത്ത് നിന്നാണേ തൂത്തേ. സമയം ഇപ്പം 4:30 ആയിട്ടുണ്ടെങ്കിലും വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ തൂത്തതാ അങ്ങ് അവിടെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ടേ. നമുക്ക് കത്തിക്കണം. അപ്പോൾ നമ്മുടെ മുറ്റം അത്രയും നമ്മൾ തൂത്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് കിറ്റീനൊന്ന് തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഈ മുറ്റം തൂക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ വന്ന് നിന്ന് ഈ വരവെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവളെ തുറന്നു. അവളെ കരുതി ഞാൻ അങ്ങോട്ടെന്തോ പോകാൻ കരുതി എനിക്ക് മുന്നേ അവിടെ പോയി നിൽക്കുക. എന്നിട്ട് ഞാൻ സ്റ്റക്ക് ആയതുകൊണ്ട് അവളിങ്ങനെ നോക്കുവാണേ. അതാ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ കൂട്ടി വെച്ച് ചവറൊക്കെ ഒന്ന് കത്തിക്കണം. അത് റോഡാണ്, അവിടെ ഒന്നും ഞാൻ തൂക്കാൻ പോകത്തില്ല. അപ്പോൾ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞു, വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. റേഷൻ കടയിൽ പോകാനുണ്ട്. കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ ഒരു കൊറിയർ വന്നിരിപ്പുണ്ട്, അതും എടുക്കാനുണ്ട്. അപ്പോൾ കൊറിയർ വന്നത് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വന്നിട്ടേ കുളിക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ വീണ്ടും വിയർക്കും. അപ്പോൾ വീണ്ടും എനിക്ക് കുളിക്കാനുള്ള ടെൻഡൻസി തോന്നും. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ടേ കുളിക്കുന്നുള്ളേ. അപ്പം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഈ വിയർപ്പൊക്കെ ഒന്ന് ശമിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണേ. അപ്പം ഞാൻ എന്താ കടയിലൊക്കെ പോയിട്ട് വന്നു. ഡോറ് തുറന്ന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു, പുറത്തൊക്കെ പോയിട്ട് വന്നു. സാധാരണ ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെയാണ് ഇരിക്കാറ്. എന്തെങ്കിലും ഇങ്ങനെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഞാൻ പുറത്ത് പോകത്തുള്ളൂ. ഇപ്പോൾ മോൻ്റെ കൊറിയർ എടുക്കണമായിരുന്നു. അവനൊരു ഷൂ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അനുജിത്തി വർക്ക് ചെയ്യുന്ന അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നമ്മൾ എടുക്കാൻ പോയ കൂട്ടത്തിൽ ഞാനൊന്ന് റേഷൻ കടയിൽ പോയെന്നേ ഉള്ളൂ. എൻ്റെ മുടിയൊക്കെ നരച്ച് തുടങ്ങി ഗൈസ്, പ്രായമായി.
അപ്പോൾ നമ്മളിനി അടുത്ത് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ തേക്കുകയാണ് തലയിൽ. അതിൻ്റെ തല കണ്ടോ നിങ്ങൾ? കണ്ടോ, സ്കാൽപ്പൊക്കെ നല്ലപോലെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഞാനൊരു 13 വർഷം മുന്നേ സ്മൂത്തണിങ് ചെയ്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ഫലമാണിതൊക്കെ. അന്ന് തൊട്ട് ഭയങ്കര മുടി ഒഴിച്ചിലാണ് കേട്ടോ. പിന്നെ കൂടെ താരനുമുണ്ട്. എൻ്റെ അത് ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് താരം വരും കേട്ടോ. നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് താരൻ വരും. ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല, നല്ലപോലെ എണ്ണയൊക്കെ ഇട്ട് ഡെയിലി കുളിക്കണം, ഇല്ലെങ്കിൽ എപ്പോഴും താരം വരും. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു, കുറേ പാക്കൊക്കെ ഇട്ടു, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ലപോലെ മുടി കഴിയുന്നുണ്ട്, നല്ല സ്കാൽപ്പൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. ഞാനിങ്ങനെ ഈ സൈഡിൽ നിന്നൊക്കെ ഈ വകുപ്പെടുത്ത് കെട്ടുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. പിന്നെ എനിക്ക് നേരെ ഇങ്ങനെ കെട്ടാനും പറ്റത്തില്ല, കാരണം എൻ്റെ നെറ്റിയും കയറി വരുന്നുണ്ട് മുടി കൊഴിയുന്നതിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഓയിലിങ് ചെയ്യട്ടെ. അത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഓയിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മുടി കൊഴിച്ചിൽ കുറച്ചെങ്കിലും ഒന്ന് മാറിക്കിട്ടിയത് ഈ ഒരു ഓയിൽ വെച്ചിട്ട്. ഈ ഓയിൽ ഉപയോഗിച്ച ശേഷമാണ്. ഇത് ഞാൻ കറ്റാർ വാഴ, നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, കറിവേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്ത എണ്ണയാണ്. ഇതാണ് ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഈ ഒരു എണ്ണയാണ് തേക്കുന്നത്. ഈ എണ്ണ തേച്ച ശേഷം എൻ്റെ മുടി കൊഴിച്ചിലിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. എൻ്റെ മുടി ഒരുമാതിരി ഒന്നാമത് എൻ്റെ മുടി കേളിയാണ്, അതിൻ്റെ കൂടെ ഈ ചകിരി പോലെ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസ്സി ആയിട്ടുള്ള ഹെയറാണ്. നല്ല ഫ്രിസ്സി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇടയ്ക്ക് CG ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CG ചെയ്തപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ കൂടിയ പോലെ CG ചെയ്തപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ കൂടിയ പോലെ ഒരു ഫീലിംഗ് തോന്നി. എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, നമുക്കതിനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനതങ്ങ് CG ചെയ്യുന്നത് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ ഞാൻ CG ചെയ്യാറുണ്ട്. CG ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അതിന് വേണ്ടി പ്രോഡക്റ്റ്സ് ഒന്നുമില്ല. നമ്മുടെ സാധാരണ ഷാമ്പു, കണ്ടീഷണർ, പിന്നെ ഒരു ഹെയർ ജെല്ലുണ്ട് എൻ്റെ കയ്യിൽ. ഇത്രയും വെച്ചാണ് ഞാൻ CG ചെയ്യുന്നത്. പിന്നെ ക്രഞ്ചിങ് ചെയ്യാനായിട്ട് ഞാൻ ഹെയർ സെറമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് മുടി ഉണ്ടായിരുന്നതാണ്. എൻ്റെ മുടി ഉണങ്ങാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അത്രയ്ക്ക് നല്ല ഞെരുക്കമുള്ള മുടിയായിരുന്നു. ഞാൻ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് വരെ വിട്ടിട്ടുണ്ട്, കാരണം മുടി ഉണങ്ങാതെ എനിക്ക് ഭയങ്കര തലവേദനയൊക്കെയായി. അങ്ങനെ ഞാൻ മുടി അടിയിൽ നിന്ന് കട്ട് ചെയ്ത് വരെ ഇട്ടിട്ടുണ്ട്. ക്ലിപ്പൊക്കെ വയ്ക്കുമ്പോൾ എൻ്റെ സൈഡിൽ ഇരിക്കത്തില്ല കേട്ടോ. ഞാൻ ബണ്ണായിരുന്നു എപ്പോഴും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഞാൻ പിന്നെ ഇട്ടിട്ട് ബണ്ണിടുമായിരുന്നു. ഇപ്പം ദാ കോഴിവാല് പോലെയായി. ഇപ്പം എല്ലാ ക്ലിപ്പും കയറും കേട്ടോ എൻ്റെ മുടിയിൽ. അത്രയ്ക്കും ഹെയർ ഫോളാണ്. മുടി ഓയിലിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കണ്ടോ. കെട്ടുമ്പോഴേ നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ തെളിഞ്ഞിരിക്കുക. ഈ ഭാഗത്ത് ഉള്ളിലോട്ടൊക്കെ നല്ല നരയുണ്ടേ. പ്രായമായി ഇത് കണ്ടോ, നല്ല നരയുണ്ട്. എല്ലാം ഉളപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ എന്താ കുളി കഴിഞ്ഞ് വന്ന് ചായ ഇടാനുള്ള തത്രപ്പാടിലാണ്. അതിനിടയിൽ എനിക്കൊരു കണ്ണിലൊരു പൊടി വീണിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല വേദന ഉണ്ടായിരുന്നു കണ്ണിന്. അപ്പം ഞാൻ തേയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ചായ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനത് നല്ലപോലെ അരിച്ചിട്ട് ആറ്റി എനിക്ക് കുടിക്കാനായിട്ട് ഒരു കപ്പിലോട്ട് ഞാൻ എടുക്കുന്നുണ്ടേ. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എൻ്റെ കണ്ണിൽ പൊടി വീണു ഗൈസ്. ഞാൻ കുളിച്ചിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പം കണ്ണിൽ പൊടി വീണു. എന്ത് പൊടിയാണെന്ന് എനിക്കറിയത്തില്ല. നല്ല വേദന ഉണ്ട്. എനിക്ക് കണ്ണ് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണൊട്ടും തന്നെ തുറന്നിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല പോലെ വേദനിക്കുന്നുണ്ട്. കണ്ണിങ്ങനെ അടയ്ക്കുമ്പോൾ നല്ല പോലെ വേദനിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അവരാരെങ്കിലും വന്ന് ഒന്നിൽ കണ്ണിലിങ്ങനെ ഊതിക്കഴിഞ്ഞാൽ പൊടി പോകുന്നറിയും, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഞാൻ എന്താ ചായയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചായ ഒന്ന് കുടിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ. പിന്നെ ചായയോടെ കഴിക്കാൻ ഈ പാർലേജി ബിസ്ക്കറ്റാണേ. അപ്പോഴേ കണ്ണി പൊടി കിടന്നാൽ എന്താ തീറ്റയ്ക്ക് ഒരു കുറവുമില്ല. അപ്പം ഞാൻ സാധാരണ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ
ചായയിൽ മുക്കിയിട്ടാണ് ഈ കഴിക്കാറ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, കേട്ടോ. സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ കൂടി വയ്യ ഗൈസ്. ഇങ്ങനെ കുനിഞ്ഞ് നോക്കിയിരിക്കാനുള്ള പ്രശ്നമല്ല കേട്ടോ, പിന്നെ നൂന്ന് നോക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, പറ്റുന്നില്ല. ഞാൻ കുറേ നോക്കി പൊടി കളയാനായിട്ട്, പക്ഷെ ഒരു രക്ഷയില്ല, പോകുന്നില്ല. കുറേ നേരം കേട്ടോ ഞാൻ ഈ പൊടിയും വെച്ചിട്ടായിരുന്നു പാടുപെടുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ സ്ഥിരം ചെയ്യുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുറത്ത് പോക്ക് അങ്ങനെ കുറവാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം ഉണ്ടാണ് ഞാൻ പുറത്ത് പോയതേ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ കാണും. ഇനിയുള്ളത് നൈറ്റിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക, പാത്രങ്ങളൊക്കെ കഴുകുക, പൊയ്ക്കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ചിരുന്ന കൊറിയർ പൊട്ടിക്കണമെന്നുണ്ടേ, എൻ്റെ കണ്ണ് പറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അത് ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊറിയർ. ഇതൊരു ഷൂ ആണ്. എൻ്റെ മൂത്ത മോൻ അനു, അവനൊരു ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ കത്രികയൊക്കെ വെച്ച് വെട്ടി ഭയങ്കര നീറ്റായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. ക്ഷമാശീലം പണ്ടേ ഭയങ്കര കുറവാണ്. ഈ വലിച്ചേറി എടുക്കലാണ് സാധാരണ എൻ്റെ പരിപാടി. അപ്പോൾ അതാ കണ്ടില്ലേ ഷൂ. ഇതിൻ്റെ റേറ്റ് 640 രൂപയാണ്. കമ്പനിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ഷൂ. ഇനി അവൻ വന്ന് നോക്കിയിട്ട് ഇട്ട് നോക്കും. ഇല്ല അവന് ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കുവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എൻ്റെ കണ്ണൊട്ടും വയ്യ കേട്ടോ, അപ്പം വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.